അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ആ പാടുമാടൊട്ടകങ്ങളെ ഭക്ഷിക്കാം. ഇനി നോക്കൂ, നിങ്ങൾ മറ്റുപകാരം എന്താ? ആടുമാടൊട്ടകങ്ങളുടെ തോല്, രോമം, ഇതുകൊണ്ടെല്ലാം മനുഷ്യർക്ക് ഗുണമുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹുവാണ് ജഅല ലക്കും മിൻ ബുയൂതികും സകന. നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം നിശ്ചയിച്ചിരിക്കുകയാണ്. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത. ആടുമാടൊട്ടകങ്ങളുടെ തോല് കൊണ്ട് നിങ്ങൾ വീടുകൾ നിർമ്മിക്കുന്നു. അപ്പം നിങ്ങൾ പറയും, ഉസ്താദ് നമ്മൾ കല്ലുകൊണ്ടല്ലേ വീടുണ്ടാക്കണേ? അറബികൾ അന്ന് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അറബികൾ യാത്രയിൽ ഉണ്ടാക്കുന്ന വീടുകൾ, ടെൻറ്റുകൾ, നമ്മളതിനെ ടെൻറ്റ് എന്ന് പറയും. അതിനെ വീട് ആവണമെങ്കിൽ, വീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സംരക്ഷണം തരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വലിയൊരു വീടുണ്ടാക്കി അത് സംരക്ഷണം അല്ലെങ്കിൽ അത് ശരിക്കുള്ള വീട് എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ പെടൂല. ചെറിയൊരു വീടാണ്, സംരക്ഷണം കൊടുക്കാൻ പറ്റാവുന്ന വീടാണെങ്കിൽ ആ വീടാണ്. അറബികൾ സാധാരണ യാത്രയിൽ ടെൻറ്റുകളാണ് ഉപയോഗിക്കാറുള്ളത്. അന്നവർ ടെൻറ്റുകൾ കെട്ടാൻ ഒട്ടകത്തിൻ്റെ തോല്, ഇതുപോലെയുള്ള ആടുമാടൊട്ടകങ്ങളുടെ തോലുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതാണ് ഖുർആന സൂചിപ്പിച്ചത്. ആ വീടുകൾ നിങ്ങൾക്ക് ചുമന്നു കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. യൗമല അനിക്കും, നിങ്ങൾ യാത്ര പോകുന്ന സമയം. വയൗമ യഖാമത്തിക്കും, നിങ്ങൾ യാത്ര പോകാതെ നാട്ടിൽ താമസിക്കുന്ന സമയവും. യാത്ര പോകുന്ന സമയത്ത് ചുമന്നു കൊണ്ടുപോകാൻ പറ്റുന്ന വീട് എന്ന് പറഞ്ഞാൽ എന്താ? ടെൻറ്റുകൾ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനപ്പുറത്ത് വെച്ച് നിങ്ങളൊരു സ്ഥലത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് 4 കുറ്റി മേടി വലിച്ചു കെട്ടിയാൽ നിങ്ങൾക്ക് ആ വീട് നിർമ്മിക്കാനും കഴിയും. ഒട്ടകങ്ങളുടെ തോലുകൊണ്ട്, മൃഗങ്ങളുടെ തോലുകൊണ്ട് നിങ്ങൾ വീടുകൾ നിർമ്മിച്ചിരുന്നുവെന്ന് ഖുർആൻ. പണ്ട് AC ഇല്ലല്ലോ, ഇപ്പോഴല്ലേ എയർ കണ്ടീഷൻ. അറബികൾ എങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഈ ഒട്ടകത്തിൻ്റെ തോലുകൾ ഉപയോഗിച്ച് ടെൻറ്റ് കെട്ടിയാൽ ആ ടെൻറ്റ് എയർ കണ്ടീഷൻ മാതിരിയാണ്. അതുകൊണ്ടാണല്ലോ പൊരിഞ്ഞ ചൂടിൽ ഒട്ടകം നടക്കുന്നത്. നമ്മളെ തല പൊള്ളുന്ന സമയത്ത് നമ്മൾ വിചാരിക്കൂലേ, പഠിച്ചോനെ ഈ ഒട്ടകം എങ്ങനെ നടക്കണേ? ഒട്ടകത്തിന് എയർ കണ്ടീഷനാ ശരീരത്തിന് അല്ല കൊടുത്തത്, തോലുകൊണ്ടാണ്. അല്ല പറഞ്ഞ് നിങ്ങൾ ഈ മൃഗങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. എന്ന് അള്ളാഹു പറഞ്ഞത്. പിന്നെയോ, അപ്പൊ ഈ ആടുമാടൊട്ടങ്ങളുടെ തോല് കൊണ്ട് നിങ്ങൾ വീടുകൾ നിർമ്മിക്കുന്നു. ഒട്ടകങ്ങളുടെ, അതേപോലെ ആടുകളുടെ, മാടുകളുടെ രോമം കൊണ്ട് അസാസൻ വമതാഅൻ ഇലാഹീൻ. അസാസൻ, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും നിങ്ങൾ നിർമ്മിക്കുന്നു. ഇലാഹീൻ, ഒരു പ്രത്യേകമായ സമയപരിധി വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സാധന സാമഗ്രികളും നിങ്ങളത് കൊണ്ടുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ആടുമാടൊട്ടകങ്ങൾ കൊണ്ട് മനുഷ്യന് കിട്ടുന്ന ഗുണങ്ങൾ സൃഷ്ടാവായ അള്ളാഹു എടുത്തു പറഞ്ഞു തന്നതാണ്. എന്തിന്? മനുഷ്യൻ പഠിക്കാനും അവൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്താനും. അപ്പം ഈ എല്ലാ രീതിയിലുള്ള മുളകളുള്ള ഗുണങ്ങളും ആടുമാടൊട്ടകങ്ങളിലുണ്ട്. എന്നാൽ അതിലുള്ള മറ്റൊരു ഗുണമാണ് അതിൻ്റെ മാംസം മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയുന്നു എന്നത്. 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 79-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ ലിതർകബൂ മിൻഹാ. ആടുമാടൊട്ടകങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. വമിൻഹാ തഅകുലൂൻ, യാത്ര ചെയ്യുക മാത്രമല്ല അതിൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ആടുമാടൊട്ടകങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം എന്നല്ലാഹുവിൻ്റെ ഖുർആൻ. പിന്നെയോ, കഴിപ്പിക്കുകയും ചെയ്യാം. സ്വന്തം കഴിക്കുക മാത്രമല്ല, വേറുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യാം എന്നാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ സൂറത്താണത്. 28-ാമത്തെ ആയത്ത്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും. ആളുകളോട് ഹജ്ജിന് വരാൻ പറയണം. ഖുർആൻ ഞാനതിൻ്റെ രത്നച്ചുരുക്കം പറയാൻ. ലിയശ്ഹദൂ മനാഫിഅ ലഹും, എന്തിനാണ് അവരോട് വരാൻ പറയേണ്ടത്? അവർക്കൊരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്ക് അവർ സാക്ഷിയാവാൻ. വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്,
അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അല്ലാഹുവിൻ്റെ ദിക്റിലായി കഴിഞ്ഞുകൂടാൻ. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അനാം, ആടുമാട് ഒട്ടകങ്ങളെ അല്ലാഹു അവർക്ക് നൽകിയതിൻ്റെ പേരിൽ ശുക്റായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടാൻ. ഫകുലൂ മിൻഹാ, ആടുമാടൊട്ടകങ്ങളുടെ ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ. വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ, പാവപ്പെട്ടവരെ നിങ്ങൾ അതിൻ്റെ മാംസം കഴിപ്പിക്കുകയും ചെയ്തോളൂ. ഹജ്ജിൻ്റെ പ്രധാനമായൊരു കർമ്മമാണല്ലോ ബലി ചെയ്യുക എന്നത്. ബലികർമ്മം ചെയ്യുക. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ അർക്കാദ്യം ജീവിച്ചൂടെ, എന്തിനാ ഇപ്പം അതിനെ കൊച്ചുംപൊളി ഉണ്ടാക്കുക? നമ്മളെ കോമ്പലുണ്ട് അങ്ങനെ ചോദിക്കണ മനുഷ്യന്മാർ. അർക്കാതെ ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ബലികർമ്മം എന്നത് ഹജ്ജിന്റെ പ്രധാനമായൊരു അമലാണല്ലോ. യൗമുൻ നഹർ, യൗമുൻ നഹർ, ദുൽഹിജ്ജ 10 പറഞ്ഞ പേരെന്താ? യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറക്കണ ദിവസം. യൗമുൻ നഹർ, ബലി പെരുന്നാൾ എന്നല്ലേ? ബലി പെരുന്നാൾ എന്നാ. അത് നമ്മൾ പിന്നെ നമ്മളെ ഭാഷയ്ക്ക് ഒന്നുകൂടി മാറ്റിയിട്ട് പറയും വലിയൊരു നാൾ. അപ്പോൾ വലിയ പെരുന്നാൾ എന്നാണ്. മറ്റേ ചെറിയ പെരുന്നാളും ഇത് വലിയ പെരുന്നാളും. ബലി പെരുന്നാൾ, യൗമുൻ നഹർ, നേരതിൻ്റെ അർത്ഥം അതാണ്, അറക്കുന്ന ദിവസം. എന്താണ് ബലി? അള്ളാഹുവിനെ ബലി കഴിപ്പിക്കുന്ന ആ പ്രധാനമായ ബലി അറുക്കുന്ന പ്രധാനമായ കർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉളഹിയ്യത്ത് അറുക്കുക എന്ന് നമ്മൾ പറയും. അതാണത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ബലി കറുക്കുക എന്നത് വളരെ പുണ്യകരമായൊരു കർമ്മമാണെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരാൾ ബലിയറുത്താൽ ആ ബലിയറുത്ത മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ ആ രോമത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു പാപങ്ങൾ പൊറുത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബലിയറുക്കുക, മാംസങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക, അതും പുണ്യകർമ്മമാണ്. അതേപോലെ ഹഖീഖത്ത് അറുക്കുക. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പേരിൽ ഹഖീഖത്ത് അറുക്കുക. എന്താ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഓരോ കുട്ടിയും മർഹൂനൻ, ആ കുട്ടി പണയപ്പെടുത്തപ്പെട്ടവനാണ്. ഹഖീഖത്തിന് പകരം പണയപ്പെടുത്തപ്പെട്ട ആളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 7ാമത്തെ ദിവസം ആവൽ ഏറ്റവും നല്ലതാ. നിങ്ങളുടെ നാട്ടിൽ 40 എന്നാ ആവും അറക്കല്. നിങ്ങളുടെ നാട്ടിൽ 40 എന്നാ ഹഖീഖത്ത് അറുക്കുക. എങ്ങനെ അങ്ങനെ ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സുന്നത്ത് 7ാം ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഉഷാറായിട്ട് കൊടുക്കും.